കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 21 ശ്ലോകം 33. അപ്പം അതിനെന്താ പറഞ്ഞു വെച്ചാൽ, ധാരാളം ഫലാപേക്ഷയോടുകൂടി ധാരാളം യാഗങ്ങളും യജ്ഞങ്ങളും ആരാധനകളും ചെയ്തിട്ട് മറ്റ് ദേവതമാരെയൊക്കെ ഭജിച്ച് സ്വർഗത്തിൽ ചെന്നിട്ട് സ്വർഗസുഖങ്ങളൊക്കെ അനുഭവിക്കാം. അത് കഴിഞ്ഞാൽ പുണ്യം ക്ഷയിക്കുമ്പോൾ പിന്നെയും ഇവിടെ ഉത്കൃഷ്ടമായൊരു കുലത്തിൽ ജനിച്ചിട്ട് പിന്നെയും സുഖഭോഗങ്ങൾ അനുഭവിക്കാം എന്നൊക്കെ ആലോചിച്ച് ഇരിക്കും. പലരും അങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞു നിർത്തി നമ്മളെ. 34. ഏവം പുഷ്പിതയാ വാച വ്യാക്ഷിപ്തമനസാം നൃണാം മാനിനാം ചാതിസ്തബ്ധാനാം മദ്വാർത്താപി ന രോചതേ. 34. പുഷ്പിതയ, പുഷ്പത്തിന് തുല്യമായി, വാച വേദവാക്കാൽ, പുഷ്പത്തിന് തുല്യമായ വേദവാക്കാൽ, ഏവം ഇങ്ങനെ വ്യാക്ഷിപ്ത മനസാം, വ്യാക്ഷിപ്തമായ മനസ്സോടുകൂടിയവരും, അതായത് ഇങ്ങനെയാണ് വേദവാക്യങ്ങൾ പറയണമെന്ന് തെറ്റായി ഭ്രമിച്ച് അതിസ്തബ്ധാനാം, അതായത് അങ്ങനെ അഹങ്കാരികളായിട്ടുള്ള ജനങ്ങൾ, നൃണാം മനുഷ്യന്മാർ, മദ്വാർത്ത അഭി എന്നെ സംബന്ധിച്ച വാക്കുകൾ കൂടി ന രോചത്തെ ഇഷ്ടാവില്ല അവർക്കെന്ന്. ആലോചിച്ച് നോക്കുക, അത്ര തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് വേദത്തിൻ്റെ വാക്കുകളെ. അപ്പോൾ ഇങ്ങനെ വേദത്തിലത്തെ പുഷ്പം പോലുള്ള പുഷ്പസദൃശമായ വാക്കുകളിൽ അതായത് കാമാസക്തിയോടുകൂടി ഫലാപേക്ഷയോടുകൂടി സകാമമായിട്ടുള്ള ആരാധന ചെയ്താൽ സ്വർഗം കിട്ടും, തിരിച്ചത് കഴിഞ്ഞ് സുഖം കഴിഞ്ഞാൽ ഇവിടെ വന്ന് വലിയ ഉത്കൃഷ്ട ജനിച്ച് പിന്നെയും ഭോഗങ്ങൾ അനുഭവിക്കാം എന്നുള്ള തെറ്റായിട്ടുള്ള അതൊക്കെ ഭ്രമിച്ചിട്ട് ഒട്ടും ഒരു ഹമ്പിളല്ലാതെ അഹങ്കാരികളായിട്ടുള്ള ആൾക്കാർ, ജനങ്ങൾ, അതായത് ഗർവിഷ്ഠന്മാരായിട്ടുള്ള ജനങ്ങളെ എന്താ ഭഗവാൻ പറയണേ, എന്നെ പറ്റിയിട്ടുള്ള ഒരു കഥയോ അല്ലെങ്കിൽ ഭഗവത് തത്വങ്ങളോ അവർക്ക് രുചിക്കാതെ ഇങ്ങനെ സകാമായിട്ട് ഓരോന്ന് ചെയ്യുക, അത് മാത്രമാവും അവർക്കിഷ്ടം. അതായത് ഭഗവത് തത്വം കേൾക്കാനോ ഭഗവാന്റെ കഥകൾ കേൾക്കാനോ ഒന്നും അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാണ്ടേ ആവുന്നു. കാരണം ഈ ഫലാപേക്ഷയോടുകൂടി ചെയ്യുക, ഫലം കിട്ടുക, അത് മാത്രമായി തീരുകയാണ് അവരുടെ. അങ്ങനെ അതായത് ഈ സംസാരത്തിൽ അവർ വളരെയധികം ഭ്രമിച്ചു വശാവുന്നു എന്ന് പറഞ്ഞു. എങ്ങനെ? ഈ വേദവാക്യങ്ങളെ തെറ്റിദ്ധരിച്ചിട്ട്. അതുകൊണ്ടാണ് അല്ലെ വേദങ്ങൾ ശരിക്കും അതിനല്ലല്ലോ കർമ്മം ചെയ്യാൻ പറഞ്ഞ, എങ്ങനെയെങ്കിലും അലസന്മാരായിട്ടുള്ളവരെ കർമ്മമാർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് പിന്നെ പതുക്കെ നിവൃത്തി മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ഒരിക്കലും കർമ്മം കൊണ്ട് കിട്ടുന്ന സുഖങ്ങളൊന്നും ശാശ്വതമെന്ന് വേദങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷെ അതിനെ തെറ്റിദ്ധരിച്ചിട്ട് എൻ്റെ ഭഗവത് തത്വം ശ്രവിക്കാനോ ഭഗവത് ലീലകളെ കേൾക്കാനോ പോലും അവർക്ക് ആഗ്രഹമില്ലാതായിത്തീരുന്നു. ഏവം പുഷ്പിതയാ വാച വ്യാക്ഷിപ്തമനസാം നൃണാം മാനിനാം അതിസ്തബ്ധാനാം ഗർവിഷ്ഠന്മാർ മദ്വാർത്താപി ന രോചതേ, അവർക്ക് അതുപോലും രസിക്കുന്നില്ല എന്ന്. അതായത് എൻ്റെ കഥകളും എൻ്റെ തത്വങ്ങളും അരോചകമായിട്ട് അവർക്ക് തോന്നുന്നു. ഇനിയോ അതുകൊണ്ട് അത് ശരിക്കും പ്രവൃത്തി മാർഗത്തിൽ പുരോഗമിക്കാനല്ല വേദം, നിവൃത്തി മാർഗത്തിൽ പുരോഗമിക്കാൻ തന്നെയാണെന്ന് പറയാണ്. വേദ ബ്രഹ്മാത്മവിഷയ സ്ത്രീകാണ്ഡ വിഷയ ഇമേ പരോക്ഷവാദോ ഹൃഷയ പരോക്ഷം മമച പ്രിയം. അപ്പം എന്താ ഇതിൽ പറയണ ഭഗവാൻ വെച്ചാൽ, ഈ ത്രികാണ്ഡ വിഷയ, ഈ കർമ്മം ബ്രഹ്മം ദേവത ഇതിനെയൊക്കെ വിഷയമാക്കിയിട്ട്, അതായത് കർമ്മകാണ്ഡവും ജ്ഞാനകാണ്ഡവും ഒക്കെ ഉണ്ടല്ലോ ഇതിൽ, പിന്നെ മന്ത്രങ്ങളും അല്ലേ. അപ്പോൾ ഇമേ വേദ, കർമ്മം ബ്രഹ്മം ദേവത ഇതിന് വിഷയമായിട്ടുള്ള ഈ വേദങ്ങൾ ബ്രഹ്മാത്മവിഷയ, ബ്രഹ്മം തന്നെയാണ് ആത്മാവ്, അല്ലാണ്ട് സംസാരത്തിലല്ല എന്നതിനെയും, അതായത് ബ്രഹ്മമാണ് നമ്മുടെ പരമലക്ഷ്യം എന്നതിനെയും
ഋഷയ മന്ത്രങ്ങൾ അതിനെ കണ്ടെത്തി, അതായത് ഋഷിമാരാണല്ലോ മന്ത്രത്തിന് ദ്രഷ്ടാക്കൾ. അപ്പോൾ മന്ത്രങ്ങൾ ഋഷിമാരനെ കണ്ടെത്തിയതാണ്. പരോക്ഷവാദ, അതായത് രഹസ്യമായി പറയുന്ന സ്വഭാവമുള്ളതാകുന്നു. അതായത് വേദം തെളിച്ച് പറയില്ല, ഇൻഡയറക്റ്റായിട്ടേ പറയുള്ളൂ. അതുകൊണ്ടാണ് ആൾക്കാർ തെറ്റിദ്ധരിച്ച് ഭ്രമിച്ച് ഈ സ്വർഗത്തിന് വേണ്ടി ശ്രമിക്കുന്നത്. പരോക്ഷം ആയിട്ടാണ്. പരോക്ഷവാദ, അതായത് രഹസ്യമായിട്ട് പറയുന്ന സ്വഭാവമുള്ളതാകുന്നു പരോക്ഷം. അതായത് അതുകൊണ്ടാണ് അത് വ്യക്തമായിട്ടിരിക്കാത്തത്. മമ ചാപ്രിയം, എനിക്കും പ്രിയമാകുന്നു. അപ്പോൾ എന്താണ് ഇതിൽ പറയുന്നത് വെച്ചാൽ, ഈ വേദത്തിൽ കർമ്മം, ഉപാസന, ജ്ഞാനം, അങ്ങനെ 3 കാണ്ഡാണല്ലോ ഉള്ളത് അല്ലേ? ഉപാസന മന്ത്രങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ യാഗം ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ വിസ്തരിച്ച്, അതാണ് കർമ്മകാണ്ഡം. പിന്നെ ഉപാസന മന്ത്രങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഈ ഉപനിഷത്ത്, അതായത് ജ്ഞാനം, ഇങ്ങനെ 3 കാണ്ഡങ്ങളാണ് ഉള്ളത്. അത് ശരിക്ക് ബ്രഹ്മത്തിലെത്താനുള്ള ഒരു പിന്നെ എല്ലാ മാർഗത്തിൽ കൂടി ബ്രഹ്മത്തിലെത്തുക എന്ന് തന്നെയാണ് ബ്രഹ്മത്തിൽ സാധകനെ എത്തിക്കുക എന്നാണ് വേദത്തിൻ്റെ ലക്ഷ്യം. പക്ഷെ അത് എല്ലാവർക്കും മനസ്സിലാവാത്തത് എന്താ വെച്ചാൽ, അതിനെ വ്യക്തമായിട്ട് പറയണില്ല. വളരെ രഹസ്യമായിട്ട്, അല്ലെങ്കിൽ വളരെ ഇൻഡയറക്റ്റായിട്ടേ പറയുന്നുള്ളൂ. ഇപ്പോൾ പറഞ്ഞില്ലേ, ബ്രഹ്മത്തിന് തന്നെ നിർവചിക്കണില്ല. തതോ വാച നിവർത്തന്തേ നമ്മൾ കണ്ടൂല പല ദിക്കിൽ. അതായത് ബ്രഹ്മത്തിനെ പിന്നെ മുഴുവൻ ഒരിക്കലും ഡെഫിനിഷൻ തരുന്നില്ല. ഒന്നേ പറയുള്ളൂ, നാ ഇതി നേതി പറഞ്ഞ് എന്തവശേഷിക്കുന്നു അതാണ് ബ്രഹ്മം എന്നേ പറയുള്ളൂ. അപ്പം അങ്ങനെ ഒന്നും രഹസ്യമായിട്ട്, അതായത് പരോക്ഷമായിട്ട് പറയുന്നുള്ളൂ. അപ്പോൾ ഭഗവാൻ പറയുകയാണ്, എനിക്കങ്ങനെ പരോക്ഷമായി പറയണത് തന്നെയാണ് ഇഷ്ടം. എന്താ വെച്ചാൽ, പരോക്ഷമായി പറഞ്ഞാൽ ശരിക്കും മനസ്സിലാവാത്തതുകൊണ്ട് അതിനെ മനസ്സിലാവണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രമേ അതിനെ മനസ്സിലാക്കാൻ പുറപ്പെടൂ. മുമുക്ഷുക്കൾ മാത്രമേ അപ്പോൾ അത് മനസ്സിലാക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി വായിക്കുകയും പഠിക്കുകയും ഗുരുവിൻ്റെ അടുത്ത് സമീപിക്കുകയൊക്കെ ചെയ്യുള്ളൂ. അതായത് അന്ധകരണം അല്ലെങ്കിൽ മനസ്സ് ശുദ്ധമായിട്ടുള്ളവർക്കേ ഭഗവത് ദർശനവും ഭഗവത് തത്വവും തെളിയാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് പരോക്ഷമായതാണ് ഭഗവാൻ ഇഷ്ടം എന്ന് പറയുന്നത്. വ്യക്തമായിട്ടാണ് പറഞ്ഞു വെച്ചാൽ മനഃശുദ്ധി ഇല്ലാത്തവർക്കും ഇത് മനസ്സിലാവും. അതാവശ്യമില്ല, കാരണം അതവർ അർഹിക്കണില്ല. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞ പരോക്ഷമായിട്ട് പറയണത് തന്നെയാണ് എനിക്കും ഇഷ്ടം. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക വെച്ചാൽ, ഈ ശരിക്കും അതിനെ അർഹിക്കാത്തവരും ശരിക്കും അത് അറിയണമെന്ന് ആഗ്രഹമില്ലാത്തവരും ഒക്കെ കർമ്മങ്ങളൊക്കെ ഉപേക്ഷിച്ച് ശരിക്കും ഒരു ജ്ഞാനവും വൈരാഗ്യം ജ്ഞാനത്തിന് അർഹരാവാതെ വൈരാഗ്യം കാണിച്ച നിഷ്ക്രിയരായിട്ട് അങ്ങോട്ട് ഇരിക്കും. അല്ലെങ്കിലേ അപ്പോൾ അതുകൊണ്ട് ഇതിനെ പരോക്ഷമായിട്ട് തന്നെ പറയണത് നല്ലത്. എന്താ കാരണം വെച്ചാൽ, അപ്പോൾ ശരിക്കും ആഗ്രഹമുള്ളവർ ഈ പ്രത്യക്ഷമായിട്ട് അറിയാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കണവർക്കേ ആ ഭഗവത് തത്വം അറിയാനും ഭഗവാനെ അറിയാനുള്ള അർഹത ഉള്ളൂ. അല്ലാത്തവർ ഇത് അറിഞ്ഞാൽ ശരിക്കും ആപത്തും കൂടിയാണെന്ന് പറയാണ്. അതാണ് സ്വയം അതിനു വേണ്ടി ശ്രമിച്ച് കർമ്മം ചെയ്ത് കർമ്മം ചെയ്ത് മനസ്സ് ശുദ്ധമായിട്ട് വൈരാഗ്യവും പൂർണ്ണമാകുമ്പോൾ തന്നെ ജ്ഞാനം ഉദിക്കും. ഇപ്പം കർമ്മം ചെയ്യണതൊന്നും ഫലത്തിനല്ല, കർമ്മം ചെയ്യണതൊക്കെ മനസ്സ് ശുദ്ധിക്കാണ് എന്ന് മനസ്സിലാക്കിയിട്ട്, എനിക്ക് ബ്രഹ്മജ്ഞാനം വേണമെന്ന് മനസ്സിലാക്കിയിട്ട്, ഈ കർമ്മം കൊണ്ടുള്ള ഫലമൊന്നും ശാശ്വതമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് നിഷ്കാമമായി കർമ്മം ചെയ്ത് മനഃശുദ്ധി വന്ന് വൈരാഗ്യം പൂർണ്ണമാവുന്നവർക്കേ ജ്ഞാനം അർഹിക്കണുള്ളൂ. അതുകൊണ്ടാണ് ഭഗവാൻ പറയണത്, എനിക്ക് പരോക്ഷം ഗുഹ്യമായി പറയണതാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞത്. അപ്പോൾ വേണ്ടവർ മാത്രം അതിന് ശ്രമിച്ചവർക്ക് കിട്ടും. അത് ശരിയല്ലേ? വളരെ ശരിയാണ്. ആ സ്ഥാനത്ത് അർഹിക്കാത്തവർക്ക് കൊടുത്താലും ബുദ്ധിമുട്ടാണേ. അതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് വായിച്ച് അടുത്തേക്ക് പോവാം. വേദ ബ്രഹ്മാത്മവിഷയ സ്ത്രീകാണ്ഡ വിഷയ ഇമേ പരോക്തവാദ ഹൃഷയ പരോക്ഷം മമ ച പ്രിയം. ഇനി പറയാണ്, എന്താ അറിയോ, അങ്ങനെയാണെങ്കിൽ വേദത്തിൻ്റെ പൊരുൾ അറിഞ്ഞിട്ടുള്ള ജൈമിനി മുതലായിട്ടുള്ള ഋഷിമാരെ എന്തുകൊണ്ടത് പറഞ്ഞില്ല ചോദിച്ചാൽ, ശരിക്കും അവർക്ക് ഭഗവാനല്ലാതെ
പൂർണ്ണമായിട്ടത് വേറെ ആർക്കും അറിയില്ല. അറിയാൻ അവർക്ക് കുറേയൊക്കെ അറിയാം, വലിയ വലിയ ഋഷിമാർക്ക്. പക്ഷേ പൂർണ്ണമായിട്ട് ബ്രഹ്മാവിന് പോലും അറിയില്ല, പറഞ്ഞില്ലേ. ഭഗവാൻ തന്നെ അറിയുള്ളൂ. ഭഗവാന്റെ മാഹാത്മ്യം അറിയണത് ആരുമില്ല എന്ന് പറഞ്ഞല്ലോ. ഭഗവാനെ ആയി തീർന്നാൽ തന്നെ അറിയുള്ളൂ. ഇനി അതാണ് പറയണത്. ശബ്ദബ്രഹ്മ സുദുർബോധം പ്രാണേന്ദ്രിയ മനോമയം അനന്തപാരം ഗംഭീരം ദുർവിഗാഹ്യം സമുദ്രവത്ത്. 36. ശബ്ദബ്രഹ്മം എന്നത് സുദുബോധം, സ്വരൂപം കൊണ്ടും അർത്ഥം കൊണ്ടും അറിയുവാൻ പറ്റാത്തതാണ്. ഈ ശബ്ദബ്രഹ്മം അല്ലെങ്കിൽ ബ്രഹ്മം അത് രൂപമില്ലല്ലോ. അപ്പോൾ സ്വരൂപം കൊണ്ടും അർത്ഥം കൊണ്ടും ഒന്നും അറിയാൻ പറ്റാത്തതാണ്. പ്രാണേന്ദ്രിയ മനോമയം, അതായത് ഒന്നും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ഇന്ദ്രിയം കൊണ്ടും പ്രാണൻ കൊണ്ടും ഒന്നും അനന്തപാരം ഇല്ലാത്തതാണ്. അതായത് അതിനൊക്കെ അതീതാണല്ലോ. ഗംഭീരം മാത്രമല്ല വളരെ രഹസ്യമായിട്ടുള്ള അർത്ഥത്തോട് കൂടിയതും ആണ് കേട്ടോ. അതുകൊണ്ട് വളരെ രഹസ്യമായ അർത്ഥത്തോടെ കൂടിയതും ആണ്. ഏത്? ഈ വേദ ഒരു ഇതുണ്ടായിട്ടോ, എനിക്കൊരു ഫോൺ കോൾ വന്നു. അപ്പോൾ ഒരു ബ്രേക്ക്, സോറി. അപ്പോൾ നമ്മളിനി ഈ ശബ്ദബ്രഹ്മം അതാണല്ലോ പറഞ്ഞത് നമ്മളല്ലേ. അതായത് ഈ ശബ്ദബ്രഹ്മത്തിൻ്റെ സ്വരൂപത്തിനേനും ഒന്നും ശരിക്കും നമുക്ക് കാണാൻ ശരിക്കും മനസ്സിലാക്കാൻ വിഷമാണ്. അത് ദേശകാലത്തിനൊക്കെ അതീതാണ്. മാത്രമല്ല ഭയങ്കര രഹസ്യമായ അർത്ഥത്തോടു കൂടിയതും സാധാരണക്കാർക്ക് മനസ്സുകൊണ്ടോ പ്രാണേന്ദ്രിയ മനോബുദ്ധി കൊണ്ടോ ഒന്നും മനസ്സിലാക്കാൻ സാധിക്കാത്തതാണ്. അപ്പോൾ നമ്മളിങ്ങനെ പിന്നെ ശബ്ദത്തിന് 4 ഇതുണ്ടല്ലോ അല്ലേ. തുടങ്ങണ സമയത്ത് നമ്മുടെ മൂലാധാരത്തിൽ നിന്നാണ് ശബ്ദം തുടങ്ങണമെന്ന് വെച്ചാൽ അതിന് പരാന്ന് പറയും, കേൾക്കൊന്നുമില്ല. പിന്നെ ഈ പൊക്കിളിൻ്റെ അതുവരെ എത്തുമ്പോൾ പശ്യന്തി എന്ന് പറയും, ആ ശബ്ദം തന്നെ. പിന്നെ ചെസ്റ്റിൻ്റെ അവിടെ എത്തുമ്പോൾ മധ്യമാന്ന് പറയും. പിന്നെ നമുക്ക് കേൾക്കണ പോലെയുള്ള വാക്ക് പുറത്തേക്ക് വരണതിനാണ് വൈഖരി. അങ്ങനെ 4 രൂപമുണ്ട്. അതിലത്തെ ആദ്യത്തെ 3 ഉണ്ടല്ലോ, അതായത് ആ തുടക്കത്തിലൊരു സ്ഫോടനം എന്ന് പറയും. അതായത് നമ്മളെ മനസ്സുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പറയണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആ ശബ്ദം നമ്മൾ കേൾക്കണ ശബ്ദമായിട്ട് പുറത്തേക്ക് വരണേൻ്റെ എത്രയോ മുമ്പ് നമ്മുടെ മൂലാധാര ചക്രത്തിൽ ഒരു സ്ഫോടനം ഉണ്ടാവും. അതിനെയാണ് പരാന്ന് പറയണത്. അത്രേ കുറച്ചുകൂടി മുകളിലേക്ക് കയറിയ പശ്യന്തിയാവും, പിന്നെ മധ്യമയാവും, പിന്നെ വൈഖരിയാണ് കേൾക്കണ ശബ്ദം. അപ്പോൾ ഈ 4 രൂപത്തിലാണ് ശബ്ദബ്രഹ്മം. അതിൽ പരയും പശ്യന്തിയും മധ്യമയും നമുക്ക് കേൾക്കാനോ കാണാനോ ഒന്നും പറ്റില്ല. കാണാൻ പറ്റില്ല, എന്തായാലും ശബ്ദം കേൾക്കാൻ പറ്റില്ല. അത് 3ഉം ശരിക്കും പരോക്ഷമാണ്, അതായത് കേൾക്കാൻ പറ്റില്ല. വൈഖരിയാണ് നമ്മൾ കേൾക്കണ ശബ്ദം. അതാണ് നമ്മൾ പറയണതൊക്കെ വൈഖരിയായതിന് ശേഷമാണ്. ആദ്യത്തെ 3 സ്റ്റേജും വ്യക്തമല്ല. അത് അങ്ങനെ പിന്നെ അതാണ് പറയണത്. നമ്മൾ ശബ്ദത്തിന് നമുക്ക് സ്വരൂപം കൊണ്ടും അർത്ഥം കൊണ്ടും അറിയാൻ അസാധ്യമാണെന്ന് പറയണതാണ് സുദുബോധം എന്ന് പറഞ്ഞത്. ശബ്ദബ്രഹ്മം സുദുബോധം പറഞ്ഞില്ലേ, അത് പറ്റില്ല എന്ന് പറയാണ്. അതായത് 3 പരാ പശ്യന്തി മധ്യമ ഇങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് കേൾക്കണതിലേക്ക് ആവണതേ. അത്ര ദേശകാലത്തിനൊക്കെ അതീതാണ്, രഹസ്യമായിട്ടുള്ള അർത്ഥത്തോടു കൂടിയതാണ്, സമുദ്രം പോലെ പ്രവേശിക്കാൻ സാധിക്കാത്തതാണ് എന്ന് പറയാണ് ബ്രഹ്മൈ. അത്ര ബിയോണ്ട്. അപ്പം അതുകൊണ്ടാണ് അത് ശരിക്കും ആഗ്രഹിച്ച് മനഃശുദ്ധി വന്ന പൂർണ്ണ വൈരാഗ്യം വന്ന ഒരാൾക്ക് ജ്ഞാനം ലഭിക്കാവൂന്ന് ഭഗവാനും ഉണ്ടതർത്ഥം അല്ലേ. ശബ്ദബ്രഹ്മ സുദുർബോധം പ്രാണേന്ദ്രിയ മനോമയം അനന്തപാരം ഗംഭീരം ദുർവിഗാഹ്യം സമുദ്രവത്. സമുദ്രം പോലെ കടക്കാൻ പ്രയാസമുള്ളതാണ് എന്ത് ബ്രഹ്മം തന്നെയെന്ന്. ശബ്ദബ്രഹ്മമാണ് തുടങ്ങണത്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇത് ഇനി പറയുകയാണ് ജ്ഞാനികൾക്ക് മാത്രമേ അറിയുള്ളൂ അതാണെന്ന്. മയോപബൃംഹിതം ഭൂമ്ന ബ്രഹ്മണാനന്ദശക്തിന ഭൂതേഷു ഘോഷരൂപേണ ഭിസേഷൂർണേവ ലക്ഷ്യതേ. അപ്പോൾ 37 ഭൂമ്ന. അതായത് ഭൂമ്നാമന എന്താ എല്ലാ ദിക്കിലും വ്യാപിച്ച ആളല്ലേ, സർവവ്യാപിയും
അനന്തശക്തിന, അതായത് സീമയില്ലാത്ത ശക്തിയോടുകൂടിയവനും, ബ്രഹ്മണ, അതായത് ഒരു തരത്തിലുള്ള നിർവികാരനും ഒരു തരത്തിലുള്ള വികാരമില്ലാത്തവനും, മയാ ഉപബ്രംഹിതം, അന്തര്യാമിയുമായ എന്നാൽ സ്ഥിരമാക്കിയ പര എന്ന ശബ്ദരൂപമായത്, മീൻസ് ഒട്ടും കേൾക്കാനോ ഒന്നും വ്യക്തരാത്ത ഏറ്റവും ആദ്യത്തെ സ്ഫോടനം, അതാണ് പര. ദിശേഷു, താമരത്തണ്ടുകളിൽ ഊർണ ഇവ നൂലുപോലെ, ഭൂതേഷു, പ്രാണികളിൽ ഘോഷരൂപേണ നാദബ്രഹ്മമായിട്ട് ലക്ഷ്യത്തെ ബുദ്ധിമാന്മാരാൽ കാണപ്പെടുന്നു. അത് വിവേകികൾ അങ്ങനെയാണ് പറയണത്. എന്താ പറയണ വെച്ചാൽ ഭഗവാൻ സർവവ്യാപിയാണ് അല്ലേ, അനന്തമായ ശക്തിയുള്ളതാണ്, പിന്നെ ഒരു നിർവികാരനാണ്, അതിസൂക്ഷ്മരൂപിയാണ് അല്ലേ, അതാണ് പര. സൂക്ഷ്മം എന്ന് പറഞ്ഞാലോ സട്ടിൽ മോസ്റ്റാണ്. അത് ഈ ഭഗവാന്റെ ഈ സൂക്ഷ്മ അല്ലെങ്കിൽ ബ്രഹ്മത്തിൻ്റെ ശബ്ദത്തിൻ്റെ ഈ സൂക്ഷ്മരൂപം താമരയുടെ ഈ തണ്ടിൽ നൂല് എന്ന പോലെ, നൂല് ഹോൾ താമരയുടെ തണ്ട് മുഴുവനെ വ്യാപിച്ചിട്ടുണ്ടാവും, ഒരു ചെറിയ നൂല്. അതുപോലെയാണ് എല്ലാ പ്രാണികളിലും ഈ നാദബ്രഹ്മം ഉണ്ടെന്ന് അറിവുള്ളവർ പറയണമെന്ന് തോന്നുന്നു. അതായത് എല്ലാവരുടെയും അന്തര്യാമിയാണെങ്കിലും സർവവ്യാപിയാണ്. അപ്പം അതിനൊരു ഭഗവാന് ഒരു അത് മുറിയണില്ല. അതായത് സൂത്രേ മണിഗണ ഇവ എന്ന് നമ്മൾ ഇതിൽ ഭഗവത്ഗീതയിലും പറയും. അനവധി നമ്മളൊക്കെ ഓരോ മണികളാണ്. ആ മണികളെ കോർക്കുന്ന ഒരു നൂലാണ് ഭഗവാൻ. അതായത് സർവവ്യാപിയാണെങ്കിലും എല്ലാവരെയും കോർക്കുന്ന ഒരു നൂലാണ്. ആ ശബ്ദബ്രഹ്മം എല്ലാവരിലും, എല്ലാ പ്രാണികളിലും ആ ശബ്ദബ്രഹ്മം ഉണ്ട്. നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും എല്ലാ പ്രാണികളും ആ നാദരൂപത്തിൽ ഭഗവാൻ ഇരിക്കുന്നുണ്ടെന്നാണ് അറിവുള്ളവർ പറയുന്നതെന്ന് പറയാണ്. അന്തര്യാമിയാണ് എല്ലാവരിലേച്ചാലും ഒരു ഭാഗത്തും ആ നൂല് മുറിക്കപ്പെടുന്നില്ല. അപ്പോൾ ഒരു മാല പോലെ നോക്കുക വെച്ചാൽ ഒരു ദിക്കിലും ആ നൂല് എല്ലാ ദിക്കിലും ഉണ്ടാവുമല്ലോ, സർവ്വവ്യാപിയാകൂല. ഒരു മാല എടുത്തു, നമുക്ക് ആ നൂല് കാണാൻ തന്നെ ഇല്ല വെച്ചോളൂ. അടുത്തടുത്തടുത്തടുത്തടുത്ത് അനവധി മുത്തുകൾ ചേർത്തിട്ടുണ്ടെങ്കിൽ ആ മുത്തുകളുടെ ഉള്ളിലൊക്കെ ഒരുപോലെ എന്തുണ്ട്, ആ നൂലുണ്ട്. അതുപോലെ ഭഗവാൻ ഈ നമ്മളെയൊക്കെ ഈ ലോകമാകുന്ന മാലയിലെ ഭൂതങ്ങളാൽ ചേർത്തൊരു മാലയാണ്. ലോകത്തിലത്തെ സർവ്വഭൂതങ്ങളെയും ചേർത്തൊരു മാല കെട്ടിയാൽ അതിൻ്റെ ഉള്ളിലത്തെ നൂലാണ് ഭഗവാൻ. അതിനെ ഒരു ശബ്ദബ്രഹ്മമായിട്ട് ധാരാളം ആൾക്കാർ പറയും. അപ്പോൾ എന്താ വെച്ചാൽ ആ ശബ്ദബ്രഹ്മം ഭഗവാന്റെ തന്നെ ഒരു നാദബ്രഹ്മമായിട്ട് എത്രയോ ആൾക്കാർ വലിയ വലിയ മഹർഷിമാർ നാദബ്രഹ്മോപാസന ചെയ്യും. എന്നുവെച്ചാൽ ഭഗവാനെ ശബ്ദമായിട്ട് കാണും. എന്നിട്ട് കഴിയും. അപ്പോൾ ആ ശബ്ദം എല്ലാവരുടെയും എല്ലാ പ്രാണികളിലും നാദബ്രഹ്മ രൂപത്തിൽ ഉണ്ട് എന്നാണ് അറിവുള്ളവരൊക്കെ പറയണത്. അപ്പോൾ അതിനൊരു എന്താ പറയുക, ഒരു ബ്രേക്ക് ഇല്ലാതെ എല്ലാവരിലും ആ നാദബ്രഹ്മം ഉണ്ടെന്നാണ് പറയണത്. അതായത് ആ ഭഗവാൻ ഇത് നാദബ്രഹ്മമായിട്ട് പറയണം. പക്ഷെ നമുക്ക് ഒരിക്കലും അത് അവ്യക്തമായിട്ടേ ഉള്ളൂ. അപ്പോൾ ആ പരാ എന്നുള്ള നാദത്തിനെ അറിയണമെങ്കിൽ ശരിക്കും വൈഖരി നമുക്കൊക്കെ കേൾക്കാവുന്നതല്ലേ. അപ്പോൾ ആ സ്ഫോടനമാകുന്ന ആ നാദബ്രഹ്മം അറിയണമെങ്കിൽ നമ്മൾ അതിനായിട്ട് അന്വേഷിച്ച് പോകണം. അതിന് മനഃശുദ്ധി വേണം, വൈരാഗ്യം വേണം, അപ്പോഴേ ജ്ഞാനം ഉദിക്കുള്ളൂ. അതാണ് പറയണത്. ഇനി എന്താണ് സൂക്ഷ്മമായിട്ടുള്ള ശബ്ദത്തിൽ നിന്ന് ഈ വൈഖരി എങ്ങനെയാണ്, അതായത് ആദ്യം പറഞ്ഞില്ലേ നമ്മളെ മനസ്സിലൊരു ചിന്ത, അപ്പോൾ വെറുതെ നമ്മളൊരു വാക്ക് പറയണേനാണ് കേട്ടോ ഞാൻ പറയണത്. നാദബ്രഹ്മം എന്നുള്ളതും കൂടിയും അതിനെ മനസ്സിലാക്കാൻ നമ്മൾക്കൊരു വാക്ക് പറയണമെന്ന് തോന്നി നമ്മുടെ മനസ്സിൽ തോന്നുകയാണ് എനിക്കൊരു വാക്ക് പറയണമെന്ന്. ആ വാക്ക് ഈ കേൾക്കണ, ഇപ്പം ഞാൻ പറയണത് കേൾക്കുന്നുണ്ടല്ലോ, ആ കേൾക്കണ രൂപത്തിലാവണമെങ്കിൽ അതിന് മുമ്പ് 3 സ്റ്റേജുണ്ട്. വെറും ഒരു സ്ഫോടനമായിട്ട് ആദ്യം അത് ആ മൂലാധാര ചക്രത്തിൽ സ്ഫുരിക്കും. എന്നിട്ട് പതുക്കെ, അപ്പോഴൊന്നും നമുക്ക് കാണില്ലല്ലോ, അല്ല കേൾക്കാൻ പറ്റില്ല, അത്ര സൂക്ഷ്മമാണ്. അതിൻ്റെ സൂക്ഷ്മത കുറച്ച് കുറഞ്ഞിട്ട്
വയറിൻ്റെ ആ പൊക്കിളിൻ്റെ ആ ഭാഗത്ത് എത്തുമ്പോൾ പശ്യന്തി എന്ന് പറയും. ആദ്യത്തെ പര ആ സ്ഫോടനം പശ്യന്തിയാവും. അപ്പോഴും നമുക്ക് കേൾക്കാൻ പറ്റില്ല. ചെസ്റ്റിൻ്റെ അവിടെ എത്തുമ്പോൾ മധ്യമ എന്ന് പറയും. അപ്പോഴും കേൾക്കാൻ പറ്റില്ല. ഈ കേൾക്കണ ശബ്ദമാവണേനെ ഒരു ഉദാഹരണപൂർവ്വം പറയാൻ നോക്കുകയാണ്. ഇനി 38, 39, 40 ഒന്നിച്ചാണ് ചെയ്തത്. ഞാൻ നോക്കട്ടെ. 38, 39, 40, 41 വേണമെങ്കിൽ ഒന്നിച്ച് ചെയ്യാം. എന്തായാലും ഞാൻ 4 അങ്ങോട്ട് വായിക്കാം. എന്നിട്ട് നമുക്ക് അതൊന്നിച്ച് ചെയ്യുമ്പോഴേക്കും സമയം കഴിയുമെന്നാണ് എൻ്റെ തോന്നുന്നത്. ഇതിനെ പറ്റില്ലതുകൊണ്ട് നോക്കട്ടെ. യഥോർണനാഭിർഹൃദയാദൂർണാമുദ്യമതേ മുഖാത് ആകാശാത് ഘോഷവാൻ പ്രാണോ മനസാ സ്പർശരൂപിണഃ. 3 ചെയ്യാം എന്തായാലും. ഛന്ദോമയോ മൃതമയ സഹസ്രപദവീം പ്രഭുഃ ഓങ്കാരാദ്വഞ്ചിതസ്പർശസ്വരോഷ്മാന്തസ്ഥ ഭൂഷിതാം വിചിത്രഭാഷാവിതതാം ഛന്ദോഭിശ്ചതുരുത്തരൈः അനന്തപാരാം ബൃഹതിം സൃജത്യാക്ഷിപതേ സ്വയം. അത് 3 ചെയ്ത് നിർത്താം. അതായത് ഊർണനാഭിഃ യഥാ യഥാ എട്ടുകാലി എപ്രകാരം ഹൃദയാത് ഊർണാം ഹൃദയത്തിൽ നിന്ന് നൂലിനെ മുഖാത് ഉദ്യമതേ മുഖത്തുകൂടെ പുറത്തേക്ക് വരുത്തുന്നുവോ തഥാ അതുപോലെ ഛന്ദോമയ അമൃതമയ പ്രഭു. ഈ നമ്മുടെ ആ പിന്നെ എന്താ പറയുക, ആ യൂണിവേഴ്സൽ സോൾ എന്ന് പറയാം. ആ ഹിരണ്യഗർഭനും വേദം തന്നെ സ്വരൂപമായവനും അമൃതമയനുമായിട്ടുള്ള ഈ ഈശ്വരൻ നാദോപാദാനവാൻ, നാദത്തിന് ഒരു ഉപാദാന കാരണമായിട്ട് എന്താ സ്പർശരൂപിണ മനസ, സ്പർശം രൂപം മുതലായവയെ സങ്കല്പിക്കുന്ന മനസ്സുകൊണ്ട് ഹൃദയാകാശത്തിൽ നിന്ന് സഹസ്രപദവിയും സൂക്ഷ്മ ശബ്ദമായിട്ട് ഓങ്കാരമായിട്ട് ഓങ്കാരാത് വ്യഞ്ജിത സ്പർശ സ്വരോഷ്മാന്തസ്ഥ ഭൂഷിതാം പലതരം വർണ്ണങ്ങൾ കൊണ്ട് അലങ്കരിച്ച പല പല ഭാഷകളിലായിട്ട് 4 അക്ഷരങ്ങൾ, അതാണ് ഭൂഷിതാം വിചിത്ര ഭാഷാവിതരാം, പല ഭാഷകളിലായിട്ട് വിസ്തരിച്ച് ചതുരുത്തരൈഹി 4 അക്ഷരങ്ങൾ ഛന്ദോബി അധികമുള്ള പലതരം വൃത്തങ്ങൾ, അതായത് ഛന്ദസ് പറഞ്ഞ മീറ്ററാണല്ലോ, ഛന്ദോബി ഉപലക്ഷിതം അനന്തപാരം ബൃഹതിം സൃജതി പുനശ്ച ആക്ഷിപേത. അതായത് ദേശത്തിനും കാലത്തിനും ഒന്നും അതിനൊക്കെ അതീതമായിട്ട് അല്ലെങ്കിൽ അതിനെ കൊണ്ടൊന്നും ബന്ധിക്കപ്പെടാതെ അതും വൈഖരി ശബ്ദരൂപവുമായ വേദത്തെ സൃഷ്ടിക്കുകയും അവസാനം ഇതിനെയൊക്കെ സംഹാരത്തിൻ്റെ സമയത്ത് തന്നിലേക്ക് തന്നെ വലിക്കുകയും ചെയ്യുന്നു. ഇപ്പം ഇതിവിടെ എന്താ അറിയോ, ഒരു എട്ടുകാലിയുടെ ഇതാണ് ഇതിൽ പറയണത്. എട്ടുകാലിയുടെ ഒരു ഉദാഹരണമാണത് പറയണത് കേട്ടോ. ഇപ്പോൾ ഇതിലിപ്പോൾ എന്താണ്, എപ്രകാരം, ഞാൻ അതിനെ അർത്ഥമായിട്ട് ഇങ്ങോട്ട് പറയാം. എപ്രകാരമാണ് ഒരു എട്ടുകാലി തൻ്റെ ഹൃദയത്തിൽ നിന്ന് മുഖം വഴി ഒരു വല അല്ലെങ്കിൽ ഒരു നൂല് പോലെ പുറത്ത് കൊണ്ടുവരണേ, അതേപോലെയാണത്രേ നമ്മുടെ പ്രാണൻ്റെ നാഥനും വേദസ്വരൂപനുമായ ഹിരണ്യഗർഭൻ ആ ഹിരണ്യഗർഭൻ്റെ ഹൃദയാകാശത്ത് നിന്ന് മനസ്സ് വഴി ഈ ക ഖ ഗ ഘ ങ അങ്ങനെ പഞ്ചവർഗങ്ങളാണല്ലോ. ആ അക്ഷരങ്ങളാവുന്ന ഈ പഞ്ചവർഗങ്ങളാകുന്ന ആ സ്പർശ വർണ്ണങ്ങളെ സൃഷ്ടിക്കുന്ന എന്താ പറയേണ്ടത്, വേദരൂപനും അമൃതമയനും
ആയിട്ടുള്ള ആ ഹിരണ്യഗർഭൻ ഓങ്കാരത്തിൽ നിന്ന് സ്വരങ്ങൾ, സ്പർശങ്ങൾ, ഇങ്ങനെയുള്ള അലങ്കാരങ്ങളോടൊക്കെ കൂടി അനേകായിരം വഴിക്ക് ഒഴുകുന്ന വാക്കിനെ സൃഷ്ടിക്കുന്നു എന്ന്. പിന്നെന്താ അറിയണേ, വൈദിക, അതായത് വേദത്തിലുള്ളതും വേദത്തിൽ ഉപയോഗിക്കുന്നത് വാക്കുകളും അല്ലാണ്ട് നമ്മൾ ഭൗതികമായിട്ടുള്ള ലോകത്തിൽ ഉപയോഗിക്കുന്നതും ഒക്കെ ആയിട്ട് മാറും ആ ശബ്ദം. എന്നിട്ട് 4 അക്ഷരങ്ങൾ കൂടി വരുന്ന അനവധി എന്താ പറയുക വൃത്തങ്ങൾ, ഛന്ദസ് പറഞ്ഞാൽ പലതരം വൃത്തങ്ങൾ. ഇപ്പോൾ ഗായത്രി ഒരു വൃത്തമാണല്ലോ, അനുഷ്ടുപ്പ് നമ്മൾ കണ്ടു, ഇപ്പോൾ തുഷ്ടുപ്പ്, അങ്ങനെ കുറേ വൃത്തങ്ങളുണ്ട്. അതിലൊക്കെ ഓരോന്നിനും ഇത്ര അക്ഷരം എന്നാണ്. അപ്പോൾ 4 അക്ഷരം, 8 അക്ഷരം, 12 അക്ഷരം, 14, അതാണ് പറയുന്നത്, 14 അക്ഷരങ്ങൾ വീതം പലതരത്തിലുള്ള ഗായത്രി മുതലായ അനുഷ്ടുപ്പ്, തുഷ്ടുപ്പ് മുതലായ പലതരം വൃത്തങ്ങളോട് കൂടിയതായിട്ടുള്ള ആ സ്ഥൂലമായിട്ടുള്ള വാക്കായി തീരണം. സൂക്ഷ്മമായിരുന്നു പര, അല്ലേ, പര. എന്നിട്ട് അതിനെ സ്ഥൂലമായിട്ടുള്ള വാക്കാക്കിയിട്ട് ഈ ഹിരണ്യഗർഭൻ സൃഷ്ടിക്കുന്നു. ഏതുപോലെ ഒരു 8 കാലി തന്നിൽ നിന്നൊരു വല മുഴുവൻ സൃഷ്ടിക്കുന്ന പോലെ ഹിരണ്യഗർഭൻ അതിസൂക്ഷ്മമായ ബ്രഹ്മത്തിന് തുടങ്ങിയിട്ട് അതിനെ ഇങ്ങനെ ഓരോന്നിലേക്ക് കൊണ്ടുവന്ന, അതായത് പറഞ്ഞില്ലേ ക ഖ ഗ ഘ ങ, അങ്ങനെ വർണ്ണങ്ങളും പഞ്ചവർഗങ്ങളും, നമ്മളിപ്പോൾ സ്വരങ്ങളും എന്താണ് വ്യഞ്ജനങ്ങളൊക്കെ ഇല്ലേ, അങ്ങനത്തെ എല്ലാ അക്ഷരങ്ങളുമായി കൂട്ടി യോജിപ്പിച്ച് പലതരം വൃത്തങ്ങൾ, അതായത് ചില വൃത്തത്തിൽ അനുഷ്ടുപ്പാണ് 8 അക്ഷരമേ ഉള്ളൂ, അല്ലേ, അങ്ങനെ 4 അക്ഷരം, പിന്നെ ഗായത്രി വൃത്തം, അങ്ങനെ പല വൃത്തങ്ങളായിട്ട് നമുക്ക് കേൾക്കാവുന്ന അത്ര സ്ഥൂലമായിട്ടുള്ള വാക്കിനെ ആരാ ഉണ്ടാക്കണത്? ഹിരണ്യഗർഭൻ, ആ യൂണിവേഴ്സൽ സോള്. ആ യൂണിവേഴ്സൽ സോളിൻ്റെ ഹൃദയത്തിൽ നിന്ന് അങ്ങനെ സൃഷ്ടിക്കും. അത് കഴിഞ്ഞാൽ അതിനെ ഉപസംഹരിക്കുകയും ചെയ്യുന്നു. അതായത് 14 അക്ഷരങ്ങളാണ് അത്ര. ഐ തിങ്ക് ഗായത്രിയിൽ 24 14 അക്ഷരങ്ങൾ കൂടി വരികയാണ്. ആദ്യത്തെ ഉഷ്ണിക്കാണ്, പിന്നെ അനുഷ്ടുപ്പാണ്, പിന്നെ ബൃഹതി, പങ്ക്തി, അങ്ങനെയൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ 14 അക്ഷരങ്ങൾ കൂടി ഗായത്രിയിൽ 24 അതുവരെ എത്തും. അതായത് ഭഗവാൻ വളരെ സൂക്ഷ്മമായിട്ടുള്ള തലത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ഈ 8 കാലി എങ്ങനെയാണ് ഒരു നൂല് കൊണ്ടൊരു വലിയ ഇതുണ്ടാക്കണം, അതുപോലെ ഭഗവാൻ തൻ്റെ ഹൃദയത്തിൽ നിന്ന് വളരെ അതിസൂക്ഷ്മമായിട്ടുള്ള നാദബ്രഹ്മത്തിനെ പുറപ്പെടുവിച്ച് അതിനെ ഈ അക്ഷരങ്ങളും വ്യഞ്ജനങ്ങളും നമ്മൾ പറഞ്ഞില്ലേ ക ഖ ഗ ഘ ങ, ആ 5 വർഗങ്ങളൊക്കെ ആക്കി തിരിച്ച് അതിനെ വേണ്ട പോലെ ശബ്ദം പുറത്ത് വരുമ്പോൾ കേൾക്കാൻ തക്കവണ്ണം ആക്കിയിട്ട് ആ വൈഖരി ആവണ സമയത്ത് നമുക്ക് കേൾക്കണ ശബ്ദത്തിൽ സ്ഥൂലമാക്കി തീർത്ത് ഈ 14 അക്ഷരങ്ങൾ കൂട്ടി പലതരം വൃത്തങ്ങളിൽ, അങ്ങനെയാണ് വേദത്തിൽ ശബ്ദം ഉണ്ടായത്. പിന്നെ അത് വേണ്ടാന്ന് തോന്നുമ്പോൾ ഒരു 8 കാലി അത് മുഴുവൻ തന്നിലേക്ക് വലിക്കുന്ന പോലെ, ആ വലയിലത്തെ നൂലിനെ മുഴുവൻ തന്നിലേക്ക് വലിക്കുന്ന പോലെ അത് കഴിഞ്ഞാൽ അവനവനിലേക്ക് സംഹരിക്കുകയും ചെയ്യുന്നു. അവസാനം ഇങ്ങനെ വൈഖരി ശബ്ദരുമായിട്ടുള്ള വേദത്തെ മുഴുവൻ സൃഷ്ടിച്ചിട്ട് അവസാനം അതിനെ തന്നിലേക്ക് തന്നെ ഉപസംഹരിക്കും ചെയ്യും എന്നാണ് ഇതിൽ പറഞ്ഞത്. അപ്പോൾ നമുക്ക് 40 വരെ വായിച്ചൊന്ന് നിർത്താം. യഥോർണനാഭിർഹൃദയാദൂർണാമുദ്വമതേ മുഖാദ് ആകാശാത് ഘോഷവാൻ പ്രാണോ മനസാ സ്പർശരൂപിണ ഛന്ദോമയോ മൃതമയ സഹസ്രപദവിം പ്രഭു ഓങ്കാരാദ്യോഞ്ജിത സ്പർശസ്വരോഷ്മാന്തസ്ഥഭൂഷിതാം വിചിത്രഭാഷാ വിദതാം എത്രയോ ഭാഷകളുണ്ട് അല്ലേ, ഛന്ദോഭിശ്ചതുരുത്തരൈഹി അനന്തപാരാം ബൃഹതീം സൃജത്യാക്ഷിപതേ സ്വയം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.